ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി.ജെ.പി വക്താവ് പ്രിൻറ്റു മഹാദേവിനായി തിരച്ചിൽ തുടരുന്നു. തൃശൂരിലെ ബി.ജെ.പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. പോലീസ് നടപടിയിൽ ബി.ജെ.പി പ്രതിഷേധിച്ചു. പ്രിൻറ്റു മഹാദേവിനെതിരായ പരാതിയിൽ ആലപ്പുഴ ഡി.സി.സി ജനറൽ സെക്രട്ടറിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധവും ഇന്നുണ്ടായി. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയത് പ്രതിഷേധത്തിനിടയാക്കി. ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സഭയിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് സ്പീക്കർ ചോദിച്ചത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുമെന്ന് പറഞ്ഞ ഭീഷണി ഗൗരവമല്ല എന്ന സ്പീക്കറുടെ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മുടെ പ്രതിനിധികളാണ് വിശദാംശങ്ങളുമായുള്ളത്. സൂരജ് സജിയും ആർ ശ്രീജിത്തും. ശ്രീജിത്തിലേക്കാണ് ആദ്യം. ശ്രീജിത്ത്, ഇതിൽ നിയമസഭയിൽ ഇന്ന് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ വധഭീഷണി മുഴക്കി. എന്താണ് ഈ പോലീസ് ചെയ്യുന്നത്? അതിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന കാര്യം അവർ പറയുകയാണ്. അത് ബി.ജെ.പിയുമായി ചേർത്ത് വച്ചുകൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങളാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയ പ്രതിഷേധത്തിന് ഇന്ന് നിയമസഭ ഈ വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നു, ഇപ്പോൾ പ്രതിഷേധിക്കുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കാണാത്ത പ്രതിഷേധം എന്ന ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കേട്ടു, പി രാജീവ് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം ഇന്ന് നിയമസഭയിൽ വന്നത്? അനുജ, രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി.ജെ.പി വക്താവിനെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കെ.പി.സി.സി അധ്യക്ഷനും പേരാവൂർ എം.എൽ.എയുമായ സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ നോട്ടീസ് നിസ്സാരമായ പ്രശ്നമാണിതെന്നും ഗൗരവമില്ലാത്ത കാര്യമാണെന്നും അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമാണെന്നും ചൂണ്ടിക്കാണിച്ച് ഈ നോട്ടീസ് പരിഗണിക്കാൻ സ്പീക്കർ എൻ ഷംസീർ വിസമ്മതിച്ചു. ഇതോടുകൂടിയാണ് പ്രതിപക്ഷം പ്രകോപിതരായത്. പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് വന്ന് പ്രതിഷേധിച്ചു. ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കിട്ടി. ആ ഘട്ടത്തിൽ സ്പീക്കർ നടത്തിയ പരാമർശത്തിലുള്ള ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രേഖപ്പെടുത്തി. അതായത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ അത് നിസ്സാരമാണെന്നും ഗൗരവമില്ലാത്തതാണെന്നും അടിയന്തര പ്രാധാന്യമില്ലാത്തതാണെന്നും ചൂണ്ടിക്കാണിച്ചത് തീർത്തും തെറ്റായ രീതിയാണ്. അക്കാര്യത്തിൽ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നാണ് വി.ഡി. സതീശൻ സഭാതലത്തിൽ പറഞ്ഞത്. എന്നാൽ സ്പീക്കർ ഈ അടിയന്തര പ്രമേയത്തിന് ആ നോട്ടീസ് അനുവദിക്കാൻ തയ്യാറായില്ല. നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. ഇതോടുകൂടി ബഹളം മൂർച്ഛിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തി സ്പീക്കർ നീതി പാലിക്കുക എന്ന് പറഞ്ഞ് പിന്നീട് ഈ തർക്കം മുറുകുകയും സഭ സ്തംഭിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് സഭ ഇന്നത്തേക്ക് പിരിയുന്നത്. എന്നാൽ പ്രതിപക്ഷത്തെ നേരെ നിയമമന്ത്രി പി രാജീവ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. 26-ാം തീയതി രാത്രിയാണ് ടെലിവിഷൻ ചർച്ചയിൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് ഇന്നലെ വരെയുള്ള സെഷനുകളിൽ എന്താണ് ഈ വിഷയത്തിൽ ഒരു സബ്മിഷൻ പോലും കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറാകാതിരുന്നത്? അപ്പോൾ അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇന്ന് ഇത് കൊണ്ടുവന്നത്? ഇന്നലത്തെ ചർച്ചയിൽ പ്രതിഭ ഇതിലൊരു പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്തിക്കൂടെ എന്ന് നിങ്ങളോട് ചോദിച്ചപ്പോഴല്ലേ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മ വന്നതെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പി രാജീവിൻ്റെ ഭാഗത്തുണ്ടായി. അക്കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരവില്ല. ഇന്നലെ സഭാ സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിൽ ഒരു സബ്മിഷൻ പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് ഭരണപക്ഷം ആയുധമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.